കാരണവർ വധക്കേസ് പ്രതി ഷെറിനെതിരെ നിർണായക വെളിപ്പെടുത്തലുമായി സഹതടവുകാരി സുനിത. ഷെറിന് അട്ടക്കുളങ്ങര ജയിലിൽ ഉദ്യോഗസ്ഥർ VIP പരിഗണന നൽകിയെന്നുള്ളതാണ് സഹതടവുകാരി പറയുന്നത്. ഷെറിന് സൗകര്യം ഒരുക്കിയതിനു പിന്നിൽ അന്നത്തെ ജയിൽ DIG പ്രദീപാണെന്നും സുനിത പറഞ്ഞു. വധക്കേസിൽ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പോൾ മറ്റുള്ള തടവുകാരെ പോലെ അവർ ക്യൂരിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല. അവർക്ക് 3 നേരവും അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങി കൊടുക്കാറാണ് പതിവ്. പിന്നെ അത് മാത്രമല്ല അവർ സ്വന്തമായിട്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സൊന്നല്ല അവർ ധരിച്ചിരുന്നത്, വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത്. അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമെ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ളൊരു വ്യക്തിയാണ്. ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു 7 മണിക്ക് ശേഷമൊക്കെ ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു 1.5-2 മണിക്കൂറിന് ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് സജിയാണ്. സൂരജ്, ഗുഡ് ഈവനിങ്. വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ ജയിലിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ചോദിച്ചിരുന്നു എന്നൊക്കെ ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഇതിൽ ഏറ്റവും ഗൗരവതരമായ കാര്യം ഈ ഇത്രയും സമയം എവിടെയാണ് ഈ തടവുകാരി അപ്രത്യക്ഷയാകുന്നത്? ഒപ്പം തന്നെ എല്ലാ ദിവസവും വേറെ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്ര കെയറിംഗ് ആയിട്ട് ആരായിരുന്നു ആ ജയിലിൽ ഉണ്ടായിരുന്നത്? അതിന് പിന്നിൽ ഇനി മറ്റാരെങ്കിലും ആണോ? ക്രിസ്റ്റിന, ഈ കാരണവർ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഷെറിനെ വിട്ടയക്കാൻ, അതായത് നല്ല നടപ്പിന്റെ പേരിൽ വിട്ടയക്കാനുള്ള തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തടവുകാരിയായിട്ടുള്ള സുനിത ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ഈ അട്ടക്കുളങ്ങര ജയിലിൽ സുനിത എത്തുന്ന സമയത്ത് അവിടെ ഷെറിന് പ്രത്യേക പരിഗണന നൽകി. ഈ സെല്ലിനകത്ത് മേക്കപ്പ് സെറ്റ് അടക്കം ഇവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഈ സുനിത പറയുന്നത്. അതോടൊപ്പം തന്നെ ഭക്ഷണമാകട്ടെ പുറത്തു നിന്നടക്കം ഭക്ഷണം എത്തിച്ചു. ഈ പാത്രം കഴുകുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും സഹതടവുകാരെ കൊണ്ടായിരുന്നു ഈ ഷെറിൻ ചെയ്യിപ്പിച്ചിരുന്നത്. അത്തരത്തിൽ പ്രത്യേക പരിഗണന നൽകി. ഈ സമയത്തെല്ലാം തന്നെ ഈ ജയിലധികൃതർക്ക് ഈ സുനിത പരാതിപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല. സുനിത പിന്നീട് ഈ അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അന്നത്തെ DGP ആയിരുന്ന സെൻകുമാറിന് ഇത് ഔദ്യോഗികമായി തന്നെ ഒരു പരാതിയായി നൽകുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് DGP ഈ സുനിതയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരത്തിൽ ഈ ജയിൽ തടവുകാരെ മോശക്കാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ട് കേസെടുക്കും എന്ന തരത്തിൽ DGP ഭീഷണിപ്പെടുത്തി. ഇതിന് പിന്നാലെ പല വിവരാവകാശങ്ങളും, അതായത് ഈ ഷെറിന് നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഷെറിന് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിവരാവകാശങ്ങളും നൽകി. പക്ഷേ ഇതിലൊന്നും പോലീസ് ഒരു മറുപടിയും നൽകിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ സെല്ലിനകത്ത് ഫോൺ ഉപയോഗിച്ചു, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിച്ചു, അങ്ങനെ തുടങ്ങി ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയ ഒരാൾക്ക് എങ്ങനെയാണ് ഈ നല്ല നടപ്പിന്റെ പേരിൽ വിട്ടയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിന് എത്താൻ കഴിയുന്നതെന്ന ചോദ്യമാണ് ഈ സഹതടവുകാരി ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അട്ടക്കുളങ്ങര ജയിലിൽ തന്നെ ബീനാകുമാരി എന്ന് പറയുന്ന ഒരു തടവുകാരിയുണ്ട്. അവർ 19 വർഷത്തിലധികമായി ഈ തടവിൽ കഴിയുന്നു. അവർക്കും ജീവപര്യന്തമാണ്. അവരുടെ 2 കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. അവരെ ഉൾപ്പെടെ വിട്ടയക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഷെറിനെ വിട്ടയക്കാനുള്ള തീരുമാനം തീർത്തും ഒരു ബാഹ്യ ഇടപെടലിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഈ സഹതടവുകാരി ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്റ്റിന.